കടകാരിയേക്കാൾ പ്രമാണിച്ച് ആദായ വിൽപ്പന രണ്ടെടുത്ത 4 4 8 8 10 ആദായ വിൽപ്പന എങ്ങനെ ഇത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് 400 രൂപയ്ക്ക് വിൽക്കണ ഷൂ ആണ് 200 രൂപയുള്ളൂ. 200. അതെ. എന്നാൽ ഒരു ജോഡി മതി. ഒരു ജോഡി ഫ്രീ അല്ലേ? ഒന്ന് ഫ്രീ ആണ്. ഓക്കെ, ആ ഫ്രീയുടെ ഒരു പാക്കറ്റ് ആദായ വിൽപ്പന സലാലാട്ട. ആവശ്യമുള്ള ചെരുപ്പുകൾ എടുക്കണം. പോണം കച്ചവടം. ആദായ വിൽപ്പന സംഭവം കൊള്ളാം കേട്ടാ. സാധനം 100 രൂപയുടെ സാധനം നമ്മൾ 400 രൂപ പറഞ്ഞിട്ട് 200 രൂപ കൊടുത്തത്. എന്നാലും 100 രൂപ ലാഭമല്ലേ? ഇനി ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടടാ നിന്റെ കൂടെ ഞാനുണ്ട്. ആദായ വിൽപ്പന. നമസ്കാരം. അല്ല ഇത് ആദായ വിൽപ്പന കടകാലിയാക്കലാണല്ലോ. അപ്പൊ എങ്ങനെ എമൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ? ഒന്നെടുത്താൽ 2, രണ്ടെടുത്താൽ 4, 4 എടുത്താൽ 8. അപ്പൊ ഞങ്ങൾക്ക് ഈ വളരെ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സ്റ്റോക്കും തരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെ കൊണ്ടുപോകുന്ന ഇപ്പൊ ഇങ്ങനെ എന്റെ ഷൂടെ ഫ്രീ. കംപ്ലീറ്റ് സാധനങ്ങൾ ഈ കടയിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പിക്കപ്പ് കിട്ടോ? പിക്കപ്പ് എല്ലാം ഒപ്പിച്ചുതരാം. പക്ഷെ എന്റെ ക്യാഷ് എങ്ങനെയാണ്? ഇത് ക്യാഷ് എടുക്കാം. നീ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ പുറകെ നടന്ന് ടോമാഞ്ചേരിയിലെ പട്ടിയുടെ അവസ്ഥയാണ് എനിക്ക് കേട്ടോ. സാറ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്റെ പൊന്നെ, ഈ കട ഒഴിപ്പിച്ച് വാടക കരസ്ഥമാക്കി തന്ന എനിക്ക് അതിനു വേണ്ടി മോട്ടിവേഷൻ എടുത്ത എന്റെ സാറാ ഇത്. അതെന്നാ പരിപാടിയാ കാണിച്ചത്? അതെന്നാ പോക്കത്തറ കാണിച്ചത്? എടാ നിന്നെക്കാളും മുമ്പ് ഈ വന്ന് എന്നെ പുള്ളി വന്ന് സന്ദർശിച്ചു. എന്നിട്ട് പറഞ്ഞു ഈടെ കുറച്ച് പണം കിട്ടാനുണ്ട്, ആ പണം നീ വാങ്ങി തന്ന് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തു. ഞാനൊരു തിയറിക്കല് പറഞ്ഞു, ഈടത് പ്രാക്ടിക്കലാക്കി. അപ്പൊ എന്റെ കടയുടെ കാര്യം എന്തായി? മുതലാളി ഓഹരി വീണ് ഇടിഞ്ഞ് മുതലാളിയുടെ കടയും അടഞ്ഞ്.